നിങ്ങൾ ഈ ചോദ്യം എങ്ങനെ ഉത്തരം എഴുതും? ചോദ്യം: സ്ട്രക്ചർ ഓഫ് സി പ്രോഗ്രാമിംഗ് സംബന്ധിച്ച് മനസ്സിലാക്കലിനെ പ്രതിപാദിക്കുന്നതിന് അതിന്റെ സ്ട്രക്ചർ വിശദീകരിച്ച് ഓരോ ഭാഗത്തെയും വിശദീകരണത്തോടെ ഒരു പ്രായോഗിക ഉദാഹരണം നൽകുക. ഉത്തരം: സ്ട്രക്ചർ ഓഫ് സി പ്രോഗ്രാമിംഗ്. ഒരു സി പ്രോഗ്രാം പല പ്രധാന ഘടകങ്ങളടങ്ങിയ ഒരു പ്രത്യേക ഘടനയെ പിന്തുടരുന്നു. താഴെ പ്രധാന ഘടകങ്ങളുടെ വിശദീകരണം നൽകിയിരിക്കുന്നു. 1. ഡോക്യുമെന്റേഷൻ സെക്ഷൻ. ഈ വിഭാഗത്തിൽ പ്രോഗ്രാമിന്റെ ഉദ്ദേശ്യം, എഴുത്തുകാരന്റെ വിവരങ്ങൾ, തീയതി, മറ്റ് പ്രധാന വിശദാംശങ്ങൾ എന്നിവ വിശദീകരിക്കുന്ന കമന്റുകൾ ഉൾക്കൊള്ളുന്നു. കമന്റുകൾ കമ്പൈലർ അവഗണിക്കുമെങ്കിലും പ്രോഗ്രാമിന്റെ ലോജിക്ക് മറ്റ് പ്രോഗ്രാമർമാർക്കോ സ്വയം മനസ്സിലാക്കാനോ സഹായിക്കുന്നു. സിൻടാക്സ്: / ഒരേ വരിയിലുള്ള കമന്റ്. / പ്രോഗ്രാമിന്റെ ഉദ്ദേശ്യം വിശദീകരിക്കുന്ന പലവരി കമന്റ്. ഉദാഹരണം: / രചയിതാവ് പെയാപ്പോ സാർ. 2. പ്രിപ്രോസസർ ഡയറക്റ്റീവുകൾ, ഹെഡർ ഫയലുകൾ. പ്രിപ്രോസസർ ഡയറക്റ്റീവുകൾ പ്രോഗ്രാമിന്റെ പ്രിപ്രോസസറിന് ലഭിക്കുന്ന നിർദ്ദേശങ്ങളാണ്. ഇവ പ്രോഗ്രാമിന്റെ തുടക്കത്തിൽ എഴുതപ്പെടുകയും സിസ്റ്റം നിർദ്ദിഷ്ട ഹെഡർ ഫയലുകൾ ഉൾപ്പെടുത്താനോ മാക്രോകൾ നിർവചിക്കാനോ ഉപയോഗിക്കപ്പെടുന്നു. സിൻടാക്സ്: #include ഹെഡർ ഫയൽ. ഹെഡർ ഫയലുകളുടെ ഉദാഹരണങ്ങൾ stdio.h, math.h.